ഓടുകളൊക്കെ നോക്ക്. പണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പണ്ട് ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മലർത്തിയും കമത്തിയും ഓടുകൾ വെച്ചിട്ട് പണ്ടത്തെ വീടുകൾ. ഇപ്പോൾ വീടുകളൊക്കെ ടെറസുകളൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പണ്ട് നമ്മളവിടെ നിന്ന് അങ്ങനത്തെ ഓടുകളില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വഴിയിൽ വെച്ച് കണ്ടതാണ് വളരെ നമ്മുടെ പണ്ട് കാലത്തെ ഉൾഗ്രാമങ്ങളിലെ വീടുകൾ കണ്ടോ. പണ്ട് കാലത്തെ അന്നൊക്കെ അധിക കാലമൊന്നുമില്ല, ഒരു 10-20 വർഷം മുന്നേ. മറ്റൊരു കാഴ്ച നമ്മുടെ നാട്ടിലില്ലാത്ത നെല്ല് കാറ്റത്ത് പാറ്റുന്നത്. നെല്ലല്ല പാറ്റുന്നത്. എന്നാ ഇത് എന്നാ അത്? പച്ചപ്പയർ അല്ലേ? ഓക്കെ ഓക്കെ. ഒരു ചേച്ചി ഇവിടെ പയർ ഇങ്ങനെ കാറ്റത്ത് പാറ്റണം കേട്ടോ. പച്ചപ്പയർ ഇതല്ലേ? ചെറുപയറല്ലേ? ചെറുപയർ അതിന്റെ ചെടിയാണോ അത്? ആ വേണ്ട വേണ്ട, ഒരെണ്ണം നോക്കട്ടെ. ഒരെണ്ണം കുറച്ച് ചെറുപയറാണോ? ഓക്കെ ഓക്കെ. ഒന്ന് കാറ്റത്തൊന്ന് ആക്കിയാ നോക്കട്ടെ. കാറ്റത്ത് ക്ലീൻ ചെയ്യണ എങ്ങനെയാ? ആ കണ്ടോ, കാറ്റത്ത് അതിലത്തെ പൊടിയും സാധനങ്ങളൊക്കെ കളയുന്നുണ്ടോ? കണ്ട 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 എല്ലാ ചെടിയും സാധനം ഇതൊക്കെ പോയി. ഓക്കെ. രണ്ട് സൈഡിലും പനകൾ, അതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള വഴി നല്ല മനോഹരമായ ഒരു വ്യൂ. തെങ്ങിന് പകരം പനകൾ. ഒരു വിഷമകരമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏത് വർഷമാണ് ഈ സുനാമി ഉണ്ടായത്? 2004 ഡിസംബർ 24. അന്ന് സുനാമിയിൽ തമിഴ്നാട് 8000 പേരാണ് മരിച്ചത്. അതിൽ 600 പേര് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന തീർത്ഥാടനത്തിന് വന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെ ഇങ്ങനെ എന്താ പറയുക, കുറേ പേരൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരവസ്ഥയിലായിരുന്നു. ആ വലിയ കുഴി കുത്തി JCB ഉപയോഗിച്ച് കുഴി കുത്തി അതിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നിർമ്മിച്ച ഒരു സ്മാരകവും അതിൻ്റെ ഒരു കോമ്പൗണ്ട് വാളുമാണത്. നമ്മളിപ്പോൾ വേളാങ്കണ്ണി എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 3:20. ഒരു 1.5 മണിക്കൂർ നമ്മൾ തഞ്ചാവൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മളിതിലും മുന്നേ എത്തിയാനേ. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ സേഫായിട്ട് എത്തി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി ഒരു ഹോട്ടൽ നമുക്ക് എടുക്കണം. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പള്ളിയിലൊക്കെ പോകണം, പ്രാർത്ഥിക്കണം, പിന്നെ ബീച്ച് പോകണം. അങ്ങനെ ഒന്ന് കറങ്ങി നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. ഇനി ഹോട്ടലൊന്ന് തപ്പണം. 1-2 സ്ഥലത്ത് പോയി ഒന്ന് നോക്കണം. അതിനുശേഷം ഫ്രഷ് ആയതിനു ശേഷം ബാക്കി കാഴ്ചകൾ കാണാം.